ഹലോ. അപ്പം നമ്മുടെ സൺഡേ ആക്ടിവിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് സ്പീഡ് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണ് ഇവിടെ ശീലമായി പോയി അങ്ങനെ. ഇത് നമ്മുടെ ക്ലാസ് ആട്ടോ. അപ്പം നമ്മുടെ ക്ലാസ് വരുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്താനുണ്ട്. നമ്മുടെ റീലിൻ്റെ ഡേ ആയിരുന്നു. അപ്പോൾ 1-2 റീലൊക്കെ എടുത്ത് നമ്മളത് വഴിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചില ദിവസങ്ങളിൽ നമുക്ക് കുറവായിരിക്കും. മടി മെയിൻ കാര്യം അതാണ്. ആദ്യമൊക്കെ എന്നോട് എൻ്റെ അമ്മ പറയും എനിക്ക് എന്തൊരു മടിയാണ് ശാലുവെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ എനിക്ക് മാത്രമാണ് മടിയെന്ന്. പക്ഷേ എനിക്ക് മാത്രമല്ല, എന്നെക്കാളും മടിച്ചുകളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ബാഗ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഈശ്വരി കുട്ടി എന്താണ് ഈ ബാഗിലോട്ട് കൊണ്ട് നടക്കുന്നത്, വേറെ ഒന്നുമല്ല നമ്മൾ സ്പീക്കറായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ കോട്ടക്കൽ ക്ലാസ്സിലേക്ക് എത്തി. ഇവിടെയും ഇതന്നെ അവസ്ഥ. ചില ദിവസങ്ങളിൽ കുട്ടികൾ കുറവായിരിക്കും. അപ്പോൾ ഇന്ന് ഈ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്കൊന്നും പ്രശ്നമല്ല, നമ്മൾ അവരെക്കാളും വലിയൊരു മടിയാണല്ലോ. അപ്പം ഒരാൾക്ക് മാത്രം ക്ലാസ് എടുത്താൽ പോരെ എന്നുള്ള സമാധാനത്തിൽ നിൽക്കായിരുന്നു ഞാൻ. ബാക്കിൽ നമ്മളെ മന്തി കേട്ടോ പ്രാക്ടീസ് എടുക്കുന്ന ആൾക്കൊരു ഫോക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആളത് കംപ്ലീറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് നല്ല അടാറ് മഴ പെയ്തു. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം മടി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ചില ദിവസങ്ങൾ എനിക്ക് തോന്നും ഈശ്വര ഇന്നിപ്പോൾ ക്ലാസ് പോകണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിയല്ലോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്താല്ലേ ചെയ്യുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഡെയിലി ക്ലാസ് തന്നെയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലാണ് ക്ലാസ് ഉണ്ടാവാറ്. ഈ കലോത്സവത്തിൻ്റെ ചെറിയ തിരക്കുകൾ കാരണങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ നമ്മളിത് കലോത്സവത്തേക്കുള്ള അടുത്ത പ്രാക്ടീസ് ആയിട്ടത്. അപ്പം ഇത് 3 to 5 ആണ് കോട്ടപ്പടി നമ്മളെ ക്ലാസ്സിന് സമയം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ബാച്ച്, അതായത് ഈ ഫോക്ക് ഐറ്റം നമ്മൾ വൈകുന്നേരത്തേക്ക് വെച്ചു. അപ്പോൾ 2 പേരുള്ളത്, ഒരാൾ ഇതാണ്, അടുത്ത ആൾ ഇതാണ്. അപ്പം ഇയാളെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മളെ റിലേറ്റീവാണ്. ആൾ നല്ല കുട്ടിയാണ്, നല്ല രസത്തിൽ കളിക്കുന്ന കുട്ടിയാണ്. പക്ഷേ നമുക്ക് ഇന്ന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്നാൽ 1-2 പ്രാവശ്യമായിട്ട് ആൾ കളിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ശനി ഞായർ ക്ലാസ് ഉണ്ടെങ്കിൽ പാച്ചുവിനെ വീട്ടിലാക്കിയിട്ട് വരിക. അമ്മ ഉണ്ടെങ്കിൽ അമ്മേൻ്റെ അടുത്താക്കും, അല്ലെങ്കിൽ ഞാൻ പോരുമ്പോൾ അവനെ രാവിലെ വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ ഇന്ന് അമ്മ ഉണ്ടായിരുന്നു, അപ്പോൾ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ആൾ ഇന്ന് ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഏട്ടൻ കൂട്ടാൻ വേണ്ടി വരാം കേട്ടോ. പതിവ് പോകുമ്പോൾ ഞാൻ ബസ്സിന് പോകുമ്പോൾ വരുമ്പം ഏട്ടൻ വന്ന് കൂട്ടാനാണ്. അപ്പം നമ്മൾ ആ താഴെ ഇറങ്ങി. ഇപ്പം സമയം ഏകദേശം ഒരു 8:45 ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 8:42. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയാന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ ഇറങ്ങിയ ശേഷം ഏട്ടനൊരു കോൾ വന്നു. പിന്നെ കുറച്ച് നേരം അത് കഴിഞ്ഞ് വരുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ കോട്ടക്കൽ ഭാഗത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോട്ടക്കൽ, ചെങ്കുവെട്ടി, കോളേജ് പടി ഈ 3 സ്ഥലത്തും ബ്ലോക്ക് തീരൂല. എപ്പോഴും ബ്ലോക്കാണ്. നമ്മുടെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ബ്ലോക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മൾ നേരം വഴുകും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ, സീ യു.